അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം നമ്മൾ എന്തുകൊണ്ട് അകൃത്യം അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നു. ഈ യൂട്യൂബ് വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. ഇതിൽ മിക്കവാറും പേരുടെയും ആവശ്യമെന്ന് പറയുന്നത് സ്നേഹവശ്യമാണ്. അതിൽ തന്നെ ഏറിയ പങ്കും കുടുംബസ്ഥരായി കഴിയുന്ന ആളുകളാണ്. അവർക്ക് ആവശ്യമുള്ളതും മറ്റൊരാളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ കാരണം. അവസാനം ഞാനതിൽ ഒരു ഉത്തരത്തിൽ ചെന്നെത്തി. അതിങ്ങനെയാണ്. ഇവിടെ പഴയ കാലത്തൊക്കെ ആളുകൾ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു അവരുടെ ചിന്ത. കുടുംബം എങ്ങനെ പട്ടിണിയില്ലാതെ പോറ്റാൻ കഴിയും എന്നോർത്ത് കഠിനാധ്വാനം ചെയ്യുന്നതിലായിരുന്നു ആളുകളുടെ എല്ലാം ചിന്ത. എന്നാൽ ഇന്ന് നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറിയതുകൊണ്ട് ഇവിടെ ആളുകൾക്ക് ഭക്ഷണത്തിനോ സുഖ സൗകര്യങ്ങൾക്കോ യാതൊരു കുറവും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും മുൻകാലങ്ങളിലേതിനേക്കാളും അധികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ആളുകൾക്ക് ലഭിക്കുകയും ചെയ്തു. മൊബൈൽ ഫോൺ പോലുള്ള എല്ലാ സംവിധാനങ്ങളും വന്നതോടുകൂടി പഴയ കാലങ്ങളിലുള്ള കുടുംബ ബന്ധങ്ങളൊക്കെ പോയിട്ട് വ്യക്തികൾ തമ്മിൽ മാത്രം ബന്ധമുണ്ടാകുന്ന രീതിയും ആ ബന്ധം സ്നേഹബന്ധങ്ങൾ എന്ന പേരിൽ അകൃത്യങ്ങളായിട്ട് അല്ലെങ്കിൽ തിന്മകളായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തിന്മകളായിട്ട് മാറിയതിന് ശേഷം ഇതിൽ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒരാളുടെ സ്നേഹം ആത്മാർത്ഥവും ഒരാളുടേത് കേവലം ഭൗതിക ലാഭത്തിന് വേണ്ടി മാത്രമുള്ളതായി മാറുന്നു. അതായത് സ്നേഹം നടിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹജീവിതം. അപ്പോൾ ഇത് ആത്മാർത്ഥമല്ലാത്തതുകൊണ്ട് ഇതിലൊരാൾ നഷ്ടപ്പെടുമ്പോഴോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെപ്പോലെയുള്ളവരൊക്കെ വിളിക്കുന്നു, എങ്ങനെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തികൾ അവരുടെ അന്നത്തെ ജീവിത ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്ഷണ ആവശ്യങ്ങൾക്കൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് സ്നേഹവശ്യത്തെക്കുറിച്ച് മാത്രമാണ്. അവരുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന വ്യക്തി നഷ്ടപ്പെട്ടു പോകുന്നതോട് കൂടിയിട്ട് മിക്കവാറും ആളുകൾക്ക് തന്നെ ഭക്ഷണം വേണ്ട. പിന്നെ അവർക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അവരുടെ മനസ്സാകെ അസ്വസ്ഥമാകുന്നു, ഉറക്കമില്ലാതാകുന്നു. അങ്ങനെ അവർ തൻ്റെ പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ചിന്ത. എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു കിട്ടുമോ എന്നറിയണം. അപ്പം മനുഷ്യനിൽ ഉള്ള ദൈവവിചാരം തീരെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് തിന്മയുടെ ചിന്തകൾ കയറി വരികയും തിന്മയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്.
ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു, മരണങ്ങൾ സംഭവിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു, സമ്പാദ്യമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ പഴയകാലത്തെ ആളുകൾ നല്ല കാലത്ത് അധ്വാനിക്കുകയും അവർ സമ്പാദിക്കുകയും ചെയ്തെങ്കിൽ ഇന്നത്തെ തലമുറയിലെ വലിയൊരു വിഭാഗവും ഇങ്ങനെ ജീവിച്ച് അന്നന്നത്തെ കാര്യം നോക്കി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വാർദ്ധക്യകാലമാകുമ്പോൾ പലർക്കും യാതൊരുവിധ സമ്പാദ്യം ഉണ്ടാകാത്ത അവസ്ഥയെത്തുന്നു. ആരും സ്നേഹിക്കണ്ട എന്നോ ഒന്നുമല്ല ഇതിൻ്റെ അർത്ഥം. സ്നേഹിക്കുമ്പോൾ അത് ആത്മാർത്ഥമായിരിക്കണം. അത് മറ്റുള്ളവർക്ക് അരോചകവും മാനസിക പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതാക്കി തീർത്തുള്ള സ്നേഹമെന്ന് പറയുന്നത് യാതൊരു പ്രയോജനവുമില്ല. കാരണം സ്നേഹമെന്ന് പറയുന്നത് മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥമായൊരു സ്നേഹം ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെയുള്ള സ്നേഹത്തിൽ ഒരു കരുതലുണ്ടാവും. ഒപ്പം അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കരുതലുണ്ടാവും, അവരുടെ കുടുംബത്തെക്കുറിച്ച് കരുതലുണ്ടാവും. സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിലായിരിക്കുന്ന എല്ലാ ആളുകളും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും കൂടുതലായി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉള്ളവർ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.